ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരവും കൂടിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് തേങ്ങയും ശർക്കരയൊക്കെ എടുത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ കൊണ്ടിട്ടാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നെയ്യ് ചേർത്ത് തയ്യാറാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിനായിട്ട് മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കരണ്ടിക്ക് 2.5 കരണ്ടി അളവിലാണ് മൈദാപ്പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ദോശയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര അടയാണോ നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് മൈദാപ്പൊടി എടുത്തു കൊടുക്കാവുന്നതാണ്. ഇനി ആ മധുരം ഒന്ന് മാനേജ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെയാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. മൈദയിൽ നല്ലതുപോലെ വെള്ളം പിടിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് കട്ട കെട്ടി വരും. അപ്പം അങ്ങനെ കട്ട കെട്ടി വരാതിരിക്കാനായിട്ടാണ് ഞാനിവിടെ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം സ്പൂൺ കൊണ്ടിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് മാവ് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഒരുപാട് ലൂസായി പോകാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാകാനും പാടില്ല. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയൊക്കെ ഒഴിക്കുന്ന ആ ഒരു പരുവത്തിന് വേണം നമുക്കിവിടെ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു തവ വെച്ച് കൊടുത്തിട്ട് മാവ് ഇവിടെ ദോശ ഒഴിക്കുന്ന പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ കനം കുറച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 സൈഡും നല്ലതുപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കുക. കാര്യം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ മൈദയും കൂടെ അല്ലേ, അപ്പം നമുക്ക് 2 വശവും കൂടെ ഇതുപോലെ ദോശ വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടോ സൈഡിലായിട്ടോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഞാൻ ഇതുപോലെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. 2 വശവും കൂടെ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതുപോലെ ഒരു വശമായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ മടക്കി കൊടുക്കുന്നതിന് എളുപ്പ വഴിയെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ മടക്കി കൊടുക്കുക. അപ്പം ഞാനിവിടെ ഇതുപോലെയാണ് വെച്ചിട്ട് മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് ആ 2 വശവും കൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി തിരിച്ച് മറിച്ചു വിട്ടൊന്ന് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഒരു 6 അട ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്, ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.